മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഞങ്ങളെ ഗാങ്ങിന് ക്യാപ്റ്റൻ ഉണ്ട്. അതാരാ? അപ്പൊ അനുട്ട ഈ വട്ടം പൊക്കെ ഞങ്ങൾ ആൺകുട്ടികൾ കൊടുക്കും. അയ്യടാ ആൺകുട്ടികളോ? അതെ മോമ കൊടുക്കും. എന്തേ? അപ്പൊ ഞങ്ങളോ? നിങ്ങൾ വേണി വെള്ളം കൊടുത്തോളി. അനുട്ട ഈ പ്രശ്നം ഞങ്ങൾ എന്നെ പൊക്ക് കൊടുക്കും. അനുട്ട ഞങ്ങൾ തന്നെ കൊടുക്കും. കാണണല്ലോ. മോമ നിങ്ങൾ ആരെങ്കിലും കുടിക്കി. മോമ മര്യാദക്ക് തന്നോട്ടോ. പാടൊക്കെ മര്യാദ. നിങ്ങൾ പോയി വെള്ളം കൊടുത്തോളി. ഇല്ലെങ്കിൽ അതും ഞങ്ങൾ കൊടുക്കും. എല്ലാം നമുക്ക് പ്രോഗ്രാം എല്ലാം നമുക്ക് ശരിയാക്കാം. നീ അവിടെ പോയിട്ട് എന്നൊന്ന് തള്ളി അങ്ങനെ മറിച്ചാൽ മതി. ഹലോ, എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് വൈകിയെങ്കിലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എന്റെ കയ്യിലല്ലേ ഇയാണ് കൊണ്ടുപോയതെന്ന്. എന്റെ പൊന്നാനൂട്ട പൂച്ചണ്ടൊന്നും വേണ്ട, പരിപാടി തുറന്ന്. പ്രിയപ്പെട്ട മോമോ, ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൂച്ചണ്ടുമായി സ്റ്റേജിൽ വരണം. മോമോനെ കാണാന അവിടല്ല. ഈ ചെക്കന്ത എവിടെ പോയി കിടക്കാണ്? ഓമനെ കേറിയൊക്കെ ചെല്ല് ചെല്ല് ചെല്ല്. അവിടെ ഇല്ല. എന്നാ ഇവിടെ ഉണ്ടാവും നോക്കാലോ. ചെക്കന്മാരെ നോക്ക് ഇവിടെ ഇല്ല. ചെറുക്ക പൂജന്റെ കൂടെ ഇല്ല, ഓനും കൊണ്ടിട്ട് പോകും. ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ ചെങ്ങായിമാര് മൊത്തം അലമ്പാന്ന് എന്നെ നാണം കെടുത്താനായിട്ട്. അല്ലെങ്കിൽ ആരും ചെയ്യണ കാര്യമാണത്. മോളെ ചളിയുണ്ട്. ഈ കുട്ടീൻ്റെ ഒരു ഉറക്കം ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? ഡാൻസ് ആണെങ്കിൽ ഓനിലത് കളിക്കുകയും ചെയ്തു. എത്തിക്കിട്ടി. അല്ലാ, എത്ര നേരം എൻ്റെ കുട്ടി ഒരുങ്ങി മാറ്റി കാത്തു നിന്നത്. വല്ലാത്ത ചെയ്ത്തായി പോയി. നീ ഇവന്റെ കയ്യിൽ നിന്ന് നാളെ ഞാൻ കേൾക്കണല്ല. ആ പ്രസിഡന്റ് ഇങ്ങനെ വൈകിയോണ്ടല്ലേ നമ്മളെ കുട്ടിക്ക് കളിക്കാൻ പറ്റാതായത്. നിങ്ങൾ ഓനെ കണ്ടാൽ രണ്ട് വർത്താനം പറയണം. ഞാൻ നാളെ ഓനൊന്ന് കാണട്ടെ. നടക്ക്. എന്റെ ടീമിലെ ഹീറോ ഞാനാണെങ്കിലും എല്ലാ ഹീറോസിനും പോലുള്ള ഒരു വീക്ക് പോയിന്റ് എനിക്കുണ്ട്. 7 മണി കഴിഞ്ഞാൽ എന്റെ ബാറ്ററി ഓഫ് ആവും. അത് കഴിഞ്ഞ് ആര് വിളിച്ചാലും ഞാൻ നിൽക്കൂല. ഞാൻ ഉറങ്ങിയാലല്ലാതെ എന്റെ ശത്രുക്കൾക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. സുന്ദര കുട്ടപ്പൻ. ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചതാ. ഡാൻസ് കോസ്റ്റ്യൂമിൽ മിനുങ്ങി കിടക്കുന്ന നിങ്ങളെ മോന് കണ്ടോളി. എന്തെങ്കിലും കാട്ടി വെച്ചിരിക്കണേ, ഞാൻ തരാട്ടോ. പിടിച്ചാ മുത്തുട്ടിയെ. എന്താണ് ഡാൻസിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ? എന്താ അയക്കാഞ്ഞ്? അതിന് മുത്തുട്ടിക്ക് വന്നൂടേഞ്ഞോ? ഡാൻസ് മൊത്തം കാണേനി. അതിന് നിങ്ങൾ വരൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ടോയ്സ് ഒന്നും വേണ്ട? ടോയ്സ് നിങ്ങൾക്ക് ടോയ്സ് ആയിട്ടൊക്കെ ഞാനൊരു വരവ് വരുന്നുണ്ട്. അതിനുള്ള പൈസ ഉണ്ടാക്കില്ല ഞാനിവിടെ. ഞങ്ങൾക്ക് സാധനം വേണ്ട, നിങ്ങൾ വന്നാ മതി. വേഗം വരാട്ടോ. മുത്തുട്ടിയെ, വീഡിയോസ് ഒക്കെ ഞാൻ അയച്ചരാ. പക്ഷെ എപ്പോഴാ നാട്ടിലേക്ക് വരാന്ന് ഇപ്പൊ പറയണം. ഞാൻ ഈ വെക്കേഷനിൽ എന്തായാലും വരും, ഉറപ്പായിട്ട് വരും ട്ടാ. ഓക്കെ. എന്തു ബഹള? അവിടെ വരെ കേൾക്കാം ശബ്ദം. ഇന്നലെ ഗംഭീരായി കേട്ടൂലോ. പത്രത്തില് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഈ ടീച്ചർ ബുക്ക് മൊത്തം തീർന്നിട്ട് പിന്നെയും വെറുപ്പിക്കാൻ വരുന്നേ. മമതേ, എന്താ അവിടെ? ഒന്നുമില്ല. ടീച്ചറോട് കളിക്കാൻ പോണെന്നോ പറയണേ. നോക്കിയേ, കളിക്കേ.
പരീക്ഷയിലെ വരാൻ പോകുന്നേ? ഇങ്ങനെ കളിച്ചിടന്നാ മതിയാ? പഠിക്കൂല, ഒന്നും വേണ്ട, ഇങ്ങനെ നടക്കും. ഇപ്പോഴേ പ്ലാൻ ഉണ്ടായാലേ ഭാവിയിൽ ടീച്ചറെ പോലെ വലിയ ആളാവാനൊക്കെ പറ്റുള്ളൂ. നമുക്കൊരു സൂത്രം ചെയ്യാം. നിനക്ക് ഭാവിയിൽ ആരാവണമെന്ന് പറയണം. ഇർഷാദ് പറഞ്ഞേ. ഡോക്ടർ. ഡോക്ടർ. എനിക്ക് പോലീസ് ആവണം. പോലീസ്. നീ ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ. ടീച്ചറെ ഫോട്ടോ എടുക്കണേ. ഡോക്ടർ. വെരി ഗുഡ്, സൂപ്പർ, എല്ലാവരും സൂപ്പർ. ആ, മോമയ്ക്ക് ആരാവണം? പറ, ആരാവണമെന്ന്. ആവണം. ആവണം. ആരാവണം? ആരും ആവണ്ടേ? ആവണം. ചിരിക്കല്ലേ, ഒന്നിച്ച് തുടങ്ങും എല്ലാരും കൂടെ ബഹളം വെക്കാനായിട്ട്. മോമ വരുന്നോ? ടീച്ചർ ഒരു ചിത്രം വരച്ചു തരുമോ? എപ്പോഴും ടീച്ചറുടെ ചിത്രം വരയ്ക്കാറ്. ഇന്ന് നിങ്ങൾ ചിത്രം വരയ്ക്കും. നന്നായിട്ട്. എടാ, ഇതെന്താ ഇത്? നോക്കിയേ, ഒരാൾ വരച്ച പടം നോക്കിയേ. 2 വര. ബുർജ് ഖലീഫയാ. ബുർജ് ഖലീഫയാ? ഇതാ ടീച്ചറെ, മേലക്ക് ഇനിയുണ്ട്, പേപ്പറിൽ സ്ഥലല്ല. എടാ, നീ എന്തു പറഞ്ഞാലും തറുതലേ പറയുള്ളൂ. നിന്റെ ഒക്കെ അതിബുദ്ധി കയ്യിൽ വെച്ചാ മതി കേട്ടാ. മുളച്ചു വരുന്നല്ലേ ഉള്ളൂ. നിനക്കൊക്കെ ഒറിജിനൽ ബുർജ് ഖലീഫയുടെ അടുത്ത് പോയി നിന്നിട്ടുള്ള ഫോട്ടോ ഞാൻ അയച്ചു തരും. ആ ഫോട്ടോ കണ്ട് വരച്ച് പഠിച്ചിട്ട് ടീച്ചർമാരെ കളിയാക്കാൻ മതി കേട്ടാ. അപ്പൊ ടീച്ചർ ബുർജ് ഖലീഫിന്റെ അടുത്തേക്ക് പോവാ? അയ്യോ, ഞാൻ പറയാൻ മറന്നു. ഇപ്രാവശ്യം നമുക്ക് വെക്കേഷൻ ക്ലാസ് ഇല്ല കേട്ടാ. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അങ്ങ് ദുബായിലേക്ക് പോവാ. ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ട് ഓഫീസർ അതാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് വർത്താനാ മുത്തട്ടി പറയുന്നത്? 2 കൊല്ലായില്ല നിങ്ങൾ പോയിട്ട്. കുട്ടികളോട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ് വെക്കേഷന് വരുന്നുണ്ട് എന്നൊക്കെ? ഇസാവി പെട്ടെന്ന് എമർജൻസി ലീഗിൽ നാട്ടിൽ പോയതാ പ്രശ്നമായത്. ലീവ് വേണമെന്ന് വാശി പിടിച്ച് പിന്നെ തിരിച്ചു വരുമ്പോ ഇവിടെ പണി ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നമ്മളാണെങ്കിൽ സേഫ്റ്റി ഓഫീസർ എന്നുള്ള പൊസിഷന് വേണ്ടി ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇത്. ബാക്കി കുട്ടികളോട് നിങ്ങൾ തന്നെ പറഞ്ഞോളി. എന്നെ കൊണ്ടാവൂല അവരോട് പറയാൻ. നിങ്ങൾ വരുന്നും വിചാരിച്ചിരിക്കുക. എന്താണ്? ഞാനല്ല, കുട്ടികളെ തെറ്റ്. ഏതായാലും ഫോട്ടോ എടുത്ത് ഏതായാലും മുത്തുട്ടിക്ക് അയച്ചു കൊടുക്കാം. മുത്തുട്ടി കാണട്ടെ. പിന്നെ കണ്ടമാനം പൈസ ചെലവാക്കുന്ന കാര്യമില്ലേ മുത്തുട്ടിയെ? പൈസേന്റെ ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് കാര്യമല്ല നടക്കൂ ഇല്ലല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് കേട്ടോ. കുഞ്ഞാലയിലേക്ക് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ഇതിനത്ര സുഖവും പൈസ ഓൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഓനാദ്യം ഓൻ്റെ കടങ്ങൾ വീട്ടുകയല്ലേ ചെയ്യേണ്ടത്. ഇന്നാട്ട് നോ മാത്രമേ ഈ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ഹുസൈൻ എത്ര കൊല്ലായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഓൻ്റെ കെട്ടിയോളെയും കുട്ടികളെ ഇന്ന് വരെ ഗൾഫിൽ കൊണ്ടുപോയിക്കണ ഇല്ലല്ലോ. നമ്മളെ സൈനവാന്റെ സെക്കീനാന്റെ കെട്ടിയോന്മാരോട് എന്ത് സമാധാനം പറയും? ഐറ്റിങ്ങളെ പോയിടാത്ത്. അല്ല, ഓനിക്കാടെ ഇരുന്ന് ഓരോന്ന് തീരുമാനിച്ചാൽ മതി. നാട്ടുകാരോട് സമാധാനം പറയേണ്ടത് നമ്മളാണല്ലോ. അല്ല കുഞ്ഞാലിയെ, ഈ ഓൻ്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കിയാ ഇവിടുന്ന് മരിച്ചാൽ മയ്യത്ത് വരെ നാട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ല. അപ്പോഴാ നമ്മളിപ്പോഴത്തെ തീരുമാനം പോലെ ചെയ്താൽ മതി. ബാക്കിയൊക്കെ അങ്ങോട്ട് നടക്കും. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.